ഈ കമ്പനിയിൽ ജോലി ചെയ്യുന്ന ആരോ തന്നെയാണ് ഡയമണ്ട്സ് മുഴുവൻ കൊള്ളയടിച്ചിരിക്കുന്നത്. ഒരാളോ അതിൽ കൂടുതൽ ആൾക്കാർക്കോ പങ്കാളിത്തമുണ്ടാകാം. ഇത് കേട്ട് സിൻക്ലെയർ ചോദിക്കും, വല്ല പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ടുള്ള ആൾക്കാർ ഇങ്ങനെ ചെയ്തിട്ടുണ്ടാകുമോ കമ്പനി നശിപ്പിക്കാൻ വേണ്ടി? അതിന് പോലീസുകാരൻ പറയും, അതാകാനും സാധ്യതയുണ്ട്. അങ്ങനെ പരിശോധിക്കുമ്പോൾ പൊളിറ്റിക്കൽ ബ്ലാക്ക് ലിസ്റ്റ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളത് ബോസിന്റെ മകന് തന്നെയാണ്. പുള്ളിക്കാരൻ കോളേജിൽ പഠിക്കുമ്പോൾ ഏതോ സോഷ്യലിസ്റ്റ് പാർട്ടിയിലുണ്ടായിരുന്നു. അത് മുഖവരയ്ക്ക് എടുക്കുകയാണെങ്കിൽ പുള്ളിയും ഈ ക്രൈം ചെയ്യാൻ സാധ്യതയുണ്ടെന്ന് പോലീസുകാരൻ പറയും. ഇത് കേട്ട് മകൻ ഞെട്ടുകയാണ്. താൻ എന്തൊക്കെയാണോ ഈ പറയുന്നത്? 20 വർഷങ്ങൾക്ക് മുന്നേ ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ നാട്ടുകാരുമായിട്ട് അടിയുണ്ടാക്കിയ കാര്യമാണ് ഇപ്പോൾ പറയുന്നത്. അതുകൊണ്ട് ഞാനൊരു കൊള്ളക്കാരനാവോ? ഇതെന്താ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? നമ്മുടെ ബോസ് ആണെങ്കിൽ അവസാനം സിൻക്ലെയർ തന്റെ മകനെ തന്നെ കുറ്റപ്പെടുന്നത് കണ്ടിട്ട്, നിന്നെ ഇത്രയും വളർത്തിയത് ഞങ്ങളുടെ കമ്പനിയാ, ഇതിന്റെ ലാഭവിഹിതം ഒരുപാട് പറ്റി തിന്ന് കൊഴുത്തിട്ട് ഇപ്പൊ ഞങ്ങളെ തന്നെ കാലേ വാരി നിലത്തടിക്കാൻ ശ്രമിക്കുന്നു. ഞാനതിന് സമ്മതിക്കില്ല. ഈ വീഴ്ച ഞങ്ങൾ എങ്ങനെയെങ്കിലും പരിഹരിച്ച് കയറി വരും. എന്നാൽ അപ്പോഴും നിന്നെ വെറുതെ വിടാൻ പോകുന്നില്ല. നിനക്കെതിരെ പ്രതികാരം നടത്തിയിട്ടേ ഞാൻ അടങ്ങുള്ളൂ എന്നും പറഞ്ഞ് ബോസ് ദേഷ്യപ്പെട്ട് അവിടുന്ന് ഇറങ്ങിപ്പോവാണ്. ഇത് കഴിയുമ്പോൾ ഹീറോയിൻ അപ്പൂപ്പൻ പറഞ്ഞ സ്ഥലത്തേക്ക് വരുന്നുണ്ട്. അതൊരു അണ്ടർഗ്രൗണ്ട് കനാലായിരിക്കും. വന്നുടനെ ഹീറോയിൻ ചോദിക്കുക, നിങ്ങൾ എങ്ങനെയാണ് ഇത് ചെയ്ത്? ആരൊക്കെയാണ് നിങ്ങൾക്ക് പിറകിലുള്ളത്? ഏതെങ്കിലും പൊളിറ്റിക്കൽ പാർട്ടിയാണോ? എന്തിനു വേണ്ടിയിട്ടായിരുന്നു എന്നെ പറ്റിച്ചത്? ഇത് കേട്ട് അപ്പൂപ്പൻ പറയും, ഡയമണ്ടിന് എതിരാളി ഡയമണ്ട് മാത്രമാണ്. അതുകൊണ്ട് എനിക്ക് ആ കമ്പനിയോടും വെറുപ്പില്ല, എനിക്ക് പിറകിൽ ഒരു പാർട്ടിയുടെ സഹായവുമില്ല. ഇതെല്ലാം ചെയ്ത് ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ്. അത് കേൾക്കുമ്പോൾ ഹീറോയിൻ, നിങ്ങൾക്ക് ആ ഡയമണ്ട് കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയില്ല. അതെല്ലാം അൺകട്ട് ഡയമണ്ട്സാ. അത് ഈ നാട്ടിലുള്ള ആരും വാങ്ങിക്കൂല. വിൽക്കാൻ പറ്റുന്ന ഒരേ ഒരു സ്ഥലം ലണ്ടൻ ഡയമണ്ട്സാ. അവിടെ നിന്ന് അടിച്ചു മാറ്റിയിട്ട് അങ്ങോട്ട് തന്നെ വിൽക്കാൻ പറ്റുമോ? പിന്നെ നിങ്ങൾ ചോദിച്ച പണം അവരൊരിക്കലും അത് തരില്ല. അങ്ങനെയാണ് ആ കമ്പനി. മാത്രമല്ല പോലീസുകാർ, അയാൾക്ക് നമ്മളെ നല്ല സംശയമുണ്ട്. പുള്ളിക്കാരൻ എത്രയും പെട്ടെന്ന് ഇതിന് പുറകിൽ നമ്മളാണെന്ന് കണ്ടുപിടിക്കുകയും ചെയ്യും. നിങ്ങൾ എന്തിനാണ് ഇതൊക്കെ ചെയ്ത്? നമുക്കത് തിരിച്ചു കൊടുക്കാം. അത് കേട്ടിട്ട് അപ്പൂപ്പൻ, ഈ പണം കിട്ടിക്കഴിഞ്ഞാൽ നീ എന്താ ചെയ്യാൻ പോണേന്ന് ആലോചിച്ചോ? അതിനെപ്പറ്റി സ്വപ്നം കണ്ടിരുന്നോ? ഇപ്പൊ നീ അതേക്കുറിച്ചാണ് ചിന്തിക്കേണ്ടതെന്ന് പറയും. ഇത് കേൾക്കുമ്പോൾ ഹീറോയിൻ ദേഷ്യപ്പെട്ടു, എടോ മണ്ടൻ കിളവാ, ഞാൻ പറയുന്നത് നിനക്ക് മനസ്സിലാവുന്നില്ലേ? വേക്കപ്പ് മാൻ, നമുക്കിതിന്ന് രക്ഷയില്ലെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അവരത് കണ്ടുപിടിക്കും. ഇനി രക്ഷപ്പെടണമെങ്കിൽ ഒരു വഴിയേ ഉള്ളൂ, ബോസുമായിട്ട് സംസാരിക്കുക. പറ്റിയ തെറ്റ് ഏറ്റുപറഞ്ഞ് ആ ഡയമണ്ട് തിരികെ കൊടുത്താൽ പുള്ളിക്കാരനൊരു പക്ഷെ നമ്മളെ വെറുതെ വിടും. ഞാനതിന് ശ്രമിക്കാം. അത് കേൾക്കുമ്പോൾ അപ്പൂപ്പൻ, ഐ എം സോറി മിസ് കിൻ, എനിക്കതിന് കഴിയില്ല. ഇത്രയും കഷ്ടപ്പെട്ടിട്ട് ഞാനത് തിരിച്ചു കൊടുക്കാൻ തയ്യാറല്ല. അപ്പൊ ഹീറോയിൻ, എന്നാ നിങ്ങൾ തിരിച്ചു കൊടുക്കണ്ട, എനിക്ക് കുറ്റം ഏറ്റു പറയാലോ. ഞാൻ ചെന്ന് പോലീസിൽ കീഴടങ്ങാണ്, ജീവനേലും ബാക്കി കിട്ടുന്നു പറഞ്ഞ് ഹീറോയിൻ തിരികെ നടക്കുക. അത് കാണുമ്പോൾ അപ്പൂപ്പൻ പറയും, ഇത്രയും കാലം കഷ്ടപ്പെട്ടത് ഇതിനു വേണ്ടിയിട്ടായിരുന്നോ? നീ ആ കമ്പനിക്ക് വേണ്ടി എത്രയോ പാടുപെട്ടിട്ടുണ്ട്. അവരത് കണ്ടിരുന്നോ? ഇല്ല, കാണാത്ത പോലെ നടിച്ചു. എന്നോടുള്ള ദേഷ്യത്തിന് നിനക്ക് പിടികൊടുക്കണോ? നിനക്കും ഈ പ്രതികാരത്തിൽ പങ്കില്ലേ? ഇനി ഞാൻ പറയുന്ന കേൾക്ക്. അവരാ ചോദിച്ച പണം മുഴുവൻ തരും, ഉറപ്പായിട്ടും തരും. അത് അവരുടെ കയ്യിൽ ഇല്ലെങ്കിൽ പോലും ഇൻഷുറൻസ് പണത്തിൽ നിന്നും അവർക്കത് തരാൻ കഴിയും. ഇനി കാത്തിരുന്നാൽ മാത്രം മതി, നമ്മൾ ഒരിക്കലും കുടുങ്ങില്ല എന്ന് അപ്പൂപ്പൻ പറയാ. എന്നാൽ ഹീറോയിനാവട്ടെ, അവർ പണം തരാനും പോകുന്നില്ല, നിങ്ങൾക്ക് ആ ഡയമണ്ട് വിൽക്കാനും കഴിയില്ല. അതുകൊണ്ട് ഞാനൊരു കാര്യം തീരുമാനിച്ചു, ഞാൻ തന്നെ ആ ഡയമണ്ട് എവിടെയാണെന്ന് കണ്ടുപിടിക്കുന്നും പറഞ്ഞ് ഹീറോയിൻ തിരിഞ്ഞു പോവാണ്. ഇവള് ചെന്ന് ഈ ബിൽഡിങ്ങിന്റെ പ്ലാനൊക്കെ എടുത്തു വെച്ചിട്ട് ഈ ഡയമണ്ട് ഏത് വഴിയെ ആ അപ്പൂപ്പൻ കടത്തിയിരിക്കും എന്നൊരു അവലോകനം നടത്തുക. ആ സമയത്തായിരിക്കും പോലീസുകാരൻ അങ്ങോട്ട് വരുന്നത്. പുള്ളിക്കാരൻ ഈ കമ്പനിയിലെ എല്ലാ എംപ്ലോയീസിന്റെയും ഫിംഗർ പ്രിന്റ് വേണം ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമായിട്ട്. ആ ഫിംഗർ പ്രിന്റ് എടുക്കുന്ന സമയത്ത് പെണ്ണ് ചെറുതായിട്ട് പോലീസുകാരനോട് ഫ്ലേർട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ കല്യാണം കഴിഞ്ഞോ? ഭാര്യ ഇൻവെസ്റ്റിഗേഷൻ മടുത്തിട്ട് ഓടിപ്പോയോ എന്നൊക്കെ ചോദിക്കും. സംഭവം സത്യമാണ്. പുള്ളിക്കാരന്റെ ഭാര്യ ഇറങ്ങിപ്പോയി. പുള്ളി ഇപ്പൊ സിംഗിളാ. പുള്ളിക്ക് ഹീറോയിനോട് ചെറിയൊരു താല്പര്യമുണ്ട്. പക്ഷെ കേസ് നടക്കുന്നതുകൊണ്ട് അത് അയാൾക്ക് പ്രകടിപ്പിക്കാനും പറ്റുന്നില്ല. ഹീറോയിൻ അത് മനസ്സിലാക്കും. എന്നാൽ അവളാണെങ്കിൽ ഇപ്പൊ ഡയമണ്ട് എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ നിൽക്കുകയാണല്ലോ. ഈ കേസിൽ അകപ്പെട്ട് ഒരിക്കലും അകത്താവാൻ പാടില്ല. അതായിരിക്കും അവളുടെ ലക്ഷ്യം. നമ്മുടെ പോലീസുകാരനാണെങ്കിൽ മനസ്സിൽ എന്തൊക്കെയോ കരുതി കൂട്ടിയിട്ടുണ്ട്. പുള്ളിക്കാരൻ ഇപ്പോ ഹീറോയിന്റെ സപ്പോർട്ട് വേണമെന്ന് പറഞ്ഞ് അവളെ ഇങ്ങോട്ടോ വിളിച്ചോണ്ട് പോകുന്നു. നോക്കുമ്പണ്ട് നമ്മുടെ തൂപ്പുകാരൻ താത്തൻ ഒരു മുറിയിൽ ഇരിപ്പുണ്ടാവും. അങ്ങേരെ ചോദ്യം ചെയ്യാൻ പോവാ. പുള്ളിക്കാരൻ പറയുന്നത് സത്യമാണോ നുണയാണോ എന്ന് പരിശോധിക്കാൻ പോവാ. പോലീസുകാരൻ ചോദിക്കും, കൊള്ള നടന്ന ദിവസം നിങ്ങൾ ഒരുപാട് നേരം ബേസ്മെന്റിൽ ചെലവഴിച്ചിരുന്നല്ലോ, അതെന്തുകൊണ്ടാണെന്ന്. അതിനപ്പൂപ്പൻ പറയാണ്, എന്റെ ജോലി അങ്ങനെയാണ്, ചില സ്ഥലങ്ങളിൽ കൂടുതൽ സമയം ചെലവഴിക്കേണ്ടി വരും, അതൊന്ന് വൃത്തിയായി കിട്ടാൻ. ഇതെല്ലാ ദിവസവും നടക്കുന്നതാണ്. അപ്പൊ പോലീസുകാരൻ ചോദിക്കും, എന്തുകൊണ്ടാണ് വോൾട്ട് കോറിഡോർ നിങ്ങൾ അവസാനം ക്ലീൻ ചെയ്യുന്നത്? അവിടുന്ന് ആദ്യമേ തുടങ്ങിക്കൂടെ? അതിനെന്തെങ്കിലും പ്രത്യേക കാരണങ്ങളുണ്ടോന്ന്. അത് കേട്ടിട്ട് അപ്പൂപ്പൻ പറയാണ്, എല്ലാ ജോലിക്കും അതിൻ്റെതായ ഭംഗിയില്ലേ? ഈ കെട്ടിടം ഒരു കൊട്ടാരമായി നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ
ആ വോൾട്ടിനെ രാജകസേരയായിട്ടല്ലേ കാണേണ്ടത്. രാജകസേരയെ കൂടുതലായി ബഹുമാനിക്കണം. അതുകൊണ്ടാണ് ആ സ്ഥലത്തെ ഞാൻ പവിത്രമായി കാണുകയും ആ സ്ഥലത്തെ അവസാനം ക്ലീൻ ചെയ്യാൻ മാറ്റിവെച്ചിരിക്കുന്നു. അതിൻ്റെ ഒരു രീതിയാണെന്ന് പറയും. അപ്പൊ പോലീസുകാരൻ ഇങ്ങേർക്ക് എന്തെങ്കിലും ഹോബീസ് ഉണ്ടോ, പൊളിറ്റിക്സുമായിട്ട് ബന്ധമുണ്ടോ എന്നൊക്കെ ചോദിക്കും. അപ്പൂപ്പൻ അങ്ങേർക്ക് പുസ്തകം വായിക്കുന്ന ഹോബീസാണ്. അതിൽ 1-2 പുസ്തകങ്ങളുടെ പേരൊക്കെ പറയുന്നുണ്ട്. ആ പേരുകളിൽ പോലും എന്തെങ്കിലും പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് ഉണ്ടോ എന്ന് പോലീസുകാരൻ ശ്രദ്ധിക്കുന്നുണ്ടാവും. ഇത് മനസ്സിലാക്കിയിട്ട് അപ്പൂപ്പൻ, നിങ്ങൾക്ക് കള്ളനെ കിട്ടിയിട്ടില്ലെങ്കിൽ ഞാൻ വേണമെങ്കിൽ നിങ്ങളെ സഹായിക്കാം, ദയവ് ചെയ്ത് എന്നെ ഒരു കള്ളനായിട്ട് കാണരുതെന്ന് പറയും. അത് പോലീസുകാരനെ ഇൻസൾട്ട് ചെയ്തതുപോലെയായി. പുള്ളിക്കാരൻ ചെറുതായി ചമ്മിയിരിക്കുമ്പോഴാണ് മറ്റൊരു ഉദ്യോഗസ്ഥൻ അങ്ങോട്ട് വന്നിട്ട്, സർ, നമുക്കൊരു പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ടെന്ന് പറയുക. അതെന്താണെന്ന് നോക്കാൻ വേണ്ടി പോലീസുകാരൻ അവിടുന്ന് ഇറങ്ങിപ്പോകും. ആ സമയത്ത് ഹീറോയിൻ അപ്പൂപ്പനോട് പറയാണ്, എനിക്ക് പേടിയാവുന്നുണ്ട്, ഞാൻ ആദ്യമേ പറഞ്ഞാൽ ഇതൊന്നും വേണ്ടാന്ന്. ആ മുറിയിൽ എന്റെ ഫിംഗർ പ്രിന്റ് പതിഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. ടെൻഷൻ അടിച്ചപ്പോൾ ഞാൻ എവിടെയെങ്കിലും ടച്ച് ചെയ്തിട്ടുണ്ടാവുമോ എന്ന് എനിക്ക് സംശയമുണ്ട്. പിടിക്കപ്പെട്ട നമുക്ക് പിന്നെ രക്ഷയില്ല. ഇപ്പോഴെങ്കിലും നിങ്ങൾ ഓക്കെ പറയുകയാണെങ്കിൽ ഞാൻ മുതലാളിയോട് സംസാരിക്കാം. അത് കേട്ട് അപ്പൂപ്പൻ പറയും, അവരൊരിക്കലും ആ ഡയമണ്ട്സ് കണ്ടുപിടിക്കാൻ പോകുന്നില്ല, നീ പേടിക്കാതെ. അതിന് ഹീറോയിൻ, നിങ്ങളുടെ ഈ ഷാഠ്യം കാരണം ജീവിതകാലം മുഴുവൻ നിങ്ങളെ ജയിലിരിക്കാൻ പോവുകയാണ്. അത് കേട്ട് അപ്പൂപ്പൻ പറയും, എന്റെ ഷിഫ്റ്റ് കഴിഞ്ഞു, ഞാൻ പോയിട്ട് വരാം. നാളെ ഈ സമയത്ത് നമ്മുടെ കുഴപ്പങ്ങളെല്ലാം അവസാനിച്ചിരിക്കും, നീ ബേജാറാവണ്ടെന്നും പറഞ്ഞ് ഇറങ്ങിപ്പോവാ. പോകാൻ നേരത്തെ അപ്പൂപ്പൻ പറയും, നീ എന്നോട് പറഞ്ഞില്ലേ ഞാൻ ജയിലിൽ കിടക്കേണ്ടി വരുമെന്ന്. 100 തവണ ജയിലിൽ കിടക്കേണ്ടി വന്നാലും ഞാനിത് ചെയ്തിട്ടുണ്ടാവും. എനിക്കിത് ചെയ്യേണ്ട കടമയുണ്ട്. പക്ഷെ ഇതിൽ ഒരിക്കലും നിന്നെ ഉൾപ്പെടുത്തണമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. അതിന് ഞാൻ ക്ഷമ ചോദിക്കുന്നു എന്നും പറഞ്ഞ് അങ്ങേരെ ഇറങ്ങിപ്പോകും. ഇപ്പോ പോലീസുകാരന് ഹീറോയിന്റെ ഫിംഗർ പ്രിന്റ് കിട്ടിയിട്ടുണ്ട് ആ മുറിയിൽ നിന്നും. അത് വെരിഫൈ ചെയ്യാൻ വേണ്ടി ഫോറൻസിക്കിലേക്ക് അവർ അയക്കുകയാണ്. അതേപോലെ ഹീറോയിനും നമ്മുടെ അപ്പൂപ്പനും കൂടെ കുതിരയോട്ട മത്സരം കാണാൻ പോയിരുന്നില്ലേ, അവിടെ വെച്ചല്ല അവർ മീറ്റ് ചെയ്ത്. അതിന്റെ ഫോട്ടോഗ്രാഫും ഇവർക്ക് കിട്ടിയിട്ടുണ്ട്. സോ പോലീസുകാർക്ക് ഏകദേശം കൺഫേം ആയി. ഈ സമയത്ത് ഹീറോയിനാവട്ടെ അപ്പൂപ്പൻ എങ്ങനെയായിരിക്കും ഈ ഡയമണ്ട് കടത്തിയിട്ടുണ്ടാവുക എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അവൾ അപ്പൂപ്പന്റെ സേഫ് എല്ലാം പരിശോധിച്ച് നോക്കും. എന്നാൽ അവിടെ നിന്ന് തുമ്പൊന്നും കിട്ടുന്നില്ല. ഇയാൾ എങ്ങനെയാണിത് കടത്തിയെന്ന് ആലോചിച്ചിട്ട് ഒരു പിടുത്തവും കിട്ടുന്നില്ല. ഈ സമയത്ത് നമ്മുടെ സിൻക്ലെയർ ഷെയർ ഹോൾഡറില്ലേ, അയാൾക്ക് മനസ്സിലായി ആ ഡയമണ്ട്സ് ഒന്നും തന്നെ കമ്പനിക്ക് തിരിച്ചു കിട്ടാൻ പോകുന്നില്ല. തിരിച്ചു കിട്ടണമെങ്കിൽ തന്നെ ഇവർക്ക് ഒരുപാട് പണച്ചെലവുണ്ട്. അത് ഇയാൾക്ക് നഷ്ടം വരുത്തുമെന്ന് മനസ്സിലാക്കിയിട്ട് പുള്ളിക്കാരൻ കമ്പനിയെ ഒറ്റുകൊടുക്കാൻ തീരുമാനിക്കും. കമ്പനിയുടെ ബാധ്യത ഇല്ലാതാക്കാൻ വേണ്ടി അയാൾ ഈ കാര്യങ്ങളെല്ലാം പത്രക്കാരെ അറിയിക്കാൻ തീരുമാനിക്കും. കമ്പനി കൊള്ളയടിക്കപ്പെട്ടത്. എന്നാൽ ഈ സമയത്ത് മുതലാളിയാവട്ടെ ഈ കമ്പനിയിലുള്ള എല്ലാ ഷെയർ ഹോൾഡേഴ്സിനെയും വിളിച്ചു വരുത്താൻ പറയുക. ആ കൊള്ളക്കാരന് കൊടുക്കേണ്ട പണം അവരെല്ലാം വീതിച്ചു കൊടുത്തിട്ടില്ലെങ്കിൽ അവരുടെ എല്ലാം ജീവിതം ഞാൻ ഇല്ലാതാക്കും. ഈ കമ്പനി നാട്ടുകാരെ വെട്ടിലാക്കി ഉണ്ടാക്കിയ പണം അത്, അതിന്റെ പങ്കാണ് അവർ പറ്റിയിരിക്കുന്നത്. എന്നിട്ട് എനിക്ക് പണം തരില്ല എന്ന് പറഞ്ഞാൽ അതെല്ലാം നാട്ടുകാരെ അറിയിക്കും, അവരുടെ ജീവിതം കുളം തോണ്ടും. അതുകൊണ്ട് അടുത്ത ദിവസം തന്നെ എല്ലാവരെയും ഹാജരാവാൻ പറയാണ് മുതലാളി. ഈ നേരത്ത് സിൻക്ലെയർ പത്രക്കാരെ വിളിച്ച് എല്ലാം അറിയിച്ചു കഴിഞ്ഞു. അപ്പം നമ്മുടെ പോലീസുകാരൻ ഹീറോയിനെ വന്ന് വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട്, ചില കാര്യങ്ങൾ പറയാനുണ്ടെന്നും പറഞ്ഞു. ആ നേരത്തായിരിക്കും പത്രക്കാരെല്ലാം ഈ ലണ്ടൻ ഡയമണ്ട്സ് കമ്പനിയിലേക്ക് വരുന്നത്. അവർക്ക് കമ്പനി കൊള്ളയടിക്കപ്പെട്ടു എന്ന വിവരം മനസ്സിലായി. അത് സത്യമാണോ എന്നവർ ചോദിക്കുകയാണ്. ഇവരുത്തരൊന്നും പറയില്ല. ആ നേരം മുതലാളി ഈ പത്രക്കാരെയെല്ലാം കണ്ട് പെട്ടെന്ന് നെഞ്ചുവേദന വന്ന് നിലത്തേക്ക് വീഴാം. ആ സ്പോട്ടിൽ തന്നെ പുള്ളിക്കാരൻ മരണപ്പെടുന്നുണ്ട്. കമ്പനി പത്രക്കാരോട് ഇവിടെ കൊള്ളയൊന്നും നടന്നിട്ടില്ല, നിങ്ങളാരോ തെറ്റിദ്ധരിപ്പിച്ചാണെന്ന് പറയും. ആ നേരത്ത് നമ്മുടെ പോലീസുകാരൻ ഹീറോയിനെ ഒരു കോഫി ഷോപ്പിലേക്ക് വിളിച്ചോണ്ട് വന്ന്, മാഡം, ഇനിയെങ്കിലും നിങ്ങൾ പറയൂ, ആ ഡയമണ്ട് എങ്ങനെയാണ് കമ്പനിയിൽ നിന്നും നിങ്ങൾ പുറത്തേക്ക് കടത്തിയത്? ഞങ്ങൾക്കെല്ലാം മനസ്സിലായി, നിങ്ങളുടെ ഫിംഗർ പ്രിന്റും കിട്ടിയിട്ടുണ്ട്, മാത്രമല്ല ആ അപ്പൂപ്പനുമായി നിങ്ങൾ സംസാരിക്കുന്നതിന്റെ ഫോട്ടോഗ്രാഫും ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് പറയും. ഇത് കേൾക്കുമ്പോൾ ഹീറോയിൻ ചിരിച്ചോണ്ട്, എനിക്ക് നിങ്ങളെ സഹായിക്കണം എന്നുണ്ട് പോലീസുകാരാ, പക്ഷെ അതിന് കഴിയില്ല, കാരണം ഞാനല്ല ആ ക്രൈം ചെയ്തത്. ഇനിയിപ്പോ എനിക്കെതിരെ നിങ്ങളുടെ കയ്യിൽ തെളിവുണ്ടെങ്കിൽ ഈ നേരം നിങ്ങൾ എന്നെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടാവണം. അതെന്തായാലും സംഭവിച്ചിട്ടില്ല. പിന്നെ നിങ്ങൾ എന്നെ പരിശോധിക്കുകയാണ്, എന്നെ ടെസ്റ്റ് ചെയ്യാണ്, ഞാനിത് ചെയ്തിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടി. ക്ഷമിക്കണം, ഞാൻ ചെയ്തിട്ടില്ല, ഞാൻ നിരപരാധിയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ചോദ്യത്തിന് ഉത്തരം നൽകേണ്ട ആവശ്യമില്ല. ഹീറോയിൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പം മറ്റൊരു ഉദ്യോഗസ്ഥൻ അങ്ങോട്ട് വന്ന് മുതലാളി മരണപ്പെട്ട കാര്യം പറയും. ഇത് കേട്ട് ഷോക്കായ ഹീറോയിൻ പേടിച്ച് നേരെ ബാത്റൂമിലേക്ക് ചെന്ന് അവിടെ നിന്ന് പൊട്ടിക്കരയാണ്. താൻ പിടിക്കപ്പെടുമെന്ന് അവൾക്ക് മനസ്സിലായി. ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടെന്നറിയില്ല. മുഖം തുടയ്ക്കാൻ വേണ്ടി കർച്ചീഫ് എടുക്കുമ്പോൾ ബാഗിലുണ്ടായിരുന്ന കമ്മൽ അവിടുത്തെ വാഷ് ബേസിനകത്തേക്ക് വീഴും. അതെടുക്കാൻ വേണ്ടി പെണ്ണ് വാഷ് ബേസിന്റെ പൈപ്പ് അഴിച്ച് മാറ്റാണ്. അപ്പൊ അതിനകത്തുണ്ടാവും ഈ കമ്മലും ഡയമണ്ടും. എന്നാൽ ഈ ഒരു സംഭവം കൊണ്ട് അവൾക്കൊരു കാര്യം മനസ്സിലായി. ബിൽഡിങ്ങിൽ നിന്നും അധികം ആൾക്കാരുടെ സഹായമില്ലാതെ, ബിൽഡിംഗ് തുറക്കാതെ ഈ ഡയമണ്ടുകളെല്ലാം കടത്തണമെങ്കിൽ അതിനേക മാർഗം സ്യൂവേജ് പൈപ്പാണ്. കെട്ടിടത്തിൽ നിന്ന് കഴുകി വിടുന്ന വെള്ളമെല്ലാം പോകുന്ന ഡ്രൈനേജിലേക്കാണല്ലോ. ഒരുപക്ഷെ ആ പൈപ്പിലൂടെ അപ്പൂപ്പൻ
ഈ ഡയമണ്ട്സ് എല്ലാം പുറത്തേക്ക് കടത്തിയിട്ടുണ്ടെങ്കിലോ? അതറിയാൻ വേണ്ടി പെണ്ണ് നേരെ ഡ്രൈനേജിനകത്തേക്ക് പോവാ. കെട്ടിടത്തിന് തൊട്ടടുത്തുള്ള ഡ്രെയിനേജിനകത്തേക്ക് പോവാ. അപ്പൊ അവിടെ ഉണ്ടാവും നമ്മുടെ അപ്പൂപ്പൻ. അവൾ പ്രതീക്ഷിച്ചത് സത്യമാണ്. അപ്പൂപ്പൻ അവളെ കണ്ടിട്ട് പറയാണ്, ഇപ്പോഴെങ്കിലും നിനക്ക് ബുദ്ധി വെച്ചല്ലോ എന്ന്. അപ്പൊ അവൾ അപ്പൂപ്പനോട് പറയും, മുതലാളി മരണപ്പെട്ടെന്ന്. മുതലാളിയെ കൊല്ലുന്നായിരുന്നു തന്റെ പ്ലാൻ. കാര്യങ്ങൾ ഇതുവരെ ആകുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. എന്നാൽ ഇനിയും ഞാൻ കാത്തിരിക്കുന്നില്ല. ആ ഡയമണ്ട് എവിടെയാണെന്ന് മനസ്സിലായ സ്ഥിതിക്ക് ഞാനിതെല്ലാരോടും പറയാൻ പോവാന്നും പറഞ്ഞ് ഇവള് തിരിഞ്ഞടക്കാൻ നോക്കുക. പക്ഷെ അപ്പൂപ്പൻ സമ്മതിക്കില്ല. നിന്നെ ഞാൻ എങ്ങോട്ടും പോകാൻ വിടില്ല, നീ ഇപ്പൊ എന്റെ പിടിയിലാണ്, കുറച്ചു സമയം കൂടെ കാത്തിരിക്കുന്നും പറഞ്ഞ് പുള്ളിക്കാരൻ തോക്ക് കയ്യിലെടുക്കും. എന്നാൽ ഹീറോയിനാവട്ടെ തന്റെ കയ്യിൽ ടോർച്ച് ലൈറ്റ് കൊണ്ട് ആ തോക്ക് തട്ടി മാറ്റി അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ നോക്കുക. എന്നാൽ ഏതോ കുഴിയിൽ കാല് കുടുങ്ങിയിട്ട് അവൾ നിലത്തേക്ക് വീഴും. സോ വീണ്ടും അപ്പൂപ്പന്റെ പിടിപ്പെട്ടു. എന്നാൽ ഈ സമയത്ത് അപ്പൂപ്പൻ കാണാത്തൊരു ഡയമണ്ട്, ഒരു ആഫ്രിക്കൻ കട്ട് ഡയമണ്ട്, അതവിടെ നിലത്ത് കിടക്കുന്ന ഇവള് കാണുന്നുണ്ട്. അതെടുത്ത് അവള് പോക്കറ്റിൽ ഒളിച്ചു വെക്കും. അപ്പോഴായിരിക്കും അപ്പൂപ്പൻ പെണ്ണിന്റെ അടുത്തേക്ക് വന്നിട്ട് എന്തുകൊണ്ടാണ് ഇങ്ങേർക്ക് ഈ ക്രൈം ചെയ്യേണ്ടി വന്നത് എന്ന കാര്യം പറയാം. പുള്ളിക്കാരന്റെ ഭാര്യ ക്യാൻസർ ബാധിച്ച് മരിച്ചതേ ഹീറോയിൻ അറിയൂ. പക്ഷെ അതെങ്ങനെയാണെന്ന് അറിയില്ല. ക്യാൻസർ ബാധിച്ചപ്പോൾ തന്നെ ഇവർ ആശുപത്രിയിൽ ചികിത്സിക്കാൻ കൊണ്ടുപോയി. അപ്പോൾ അവർ ജീവിക്കാനുള്ള ചാൻസ് ഉണ്ടായിരുന്നു. ട്രീറ്റ്മെന്റ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഇൻഷുറൻസ് കമ്പനിക്കാർ പറഞ്ഞത് അത്രയും ലോങ് പീരിയഡ് ട്രീറ്റ്മെന്റിന് വേണ്ടി ഇൻഷുറൻസ് കൊടുക്കാൻ പറ്റില്ല അത്രേ. അമ്മൂമ്മയുടെ സ്ലോട്ട് വരുന്നത് വരെ അമ്മൂമ്മ കാത്തിരിക്കണം. ആ സമയത്തെ ട്രീറ്റ്മെന്റ് തുടങ്ങുള്ളൂ. അതുവരെ വീട്ടിൽ പോയിരിക്കാൻ പറഞ്ഞു. സോ ഇവരുടെ കയ്യിൽ പണമില്ല. ഇവർ വീട്ടിൽ ചെന്ന് കാത്തിരിക്കുക അവരെ ട്രീറ്റ്മെന്റ് ആരംഭിക്കുന്നവരെ. എന്നാൽ ആ സമയത്ത് അമ്മൂമ്മയ്ക്ക് രോഗം മൂർച്ഛിച്ചു. ഉടനെ ട്രീറ്റ്മെന്റ് തുടങ്ങണം. പക്ഷെ അവർ സ്ലോട്ട് തരുന്നില്ല. ഈ കാര്യം അപ്പൂപ്പൻ ആശുപത്രി അറിയിച്ചപ്പോൾ ആശുപത്രിക്കാർ പറഞ്ഞത് ഇൻഷുറൻസ് കമ്പനിയിലെ ചെയർമാനെ ചെന്ന് കാണാനാണ്. അങ്ങനെ അപ്പൂപ്പൻ ചെയർമാനെ ചെന്ന് കണ്ടു. എന്നാൽ അയാള് ഇതിപ്പോ വലിയ എമർജൻസി ഒന്നുമല്ല, ക്രിട്ടിക്കൽ സ്റ്റേജ് ആവുമ്പോൾ വരൂ, അപ്പം നമുക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കാമെന്നും പറഞ്ഞ് അപ്പൂപ്പനെ തിരിച്ചു പറഞ്ഞു വിട്ടു. അവസാനം അപ്പൂപ്പന് സ്ലോട്ട് കിട്ടി. എന്നാൽ കിട്ടിയ 2 ദിവസത്തിൽ തന്നെ അമ്മൂമ്മ മരണപ്പെടുകയാണ് ചെയ്തത്. ഇത്രയും കേട്ടപ്പോൾ തന്നെ ഹീറോയിന് മനസ്സിലായി പ്രതി ആരാണെന്ന്. ആ സിൻക്ലെയർ ആണ് യഥാർത്ഥ പ്രതി, ഈ കമ്പനിയുടെ ഷെയർ ഹോൾഡർ. അയാളായിരുന്നു ആ സമയത്ത് ഇൻഷുറൻസ് കമ്പനിയുടെ ചെയർമാനായിട്ടുണ്ടായിരുന്നു. ഇപ്പൊ അയാൾ ലണ്ടൻ ഡയമണ്ടിന്റെ പാർട്ട്ണറാണ്. പക്ഷെ അയാളോട് ഇങ്ങനെയാണോ നിങ്ങൾ പ്രതികാരം ചെയ്യുന്നത്? ഇതുകൊണ്ട് എന്ത് നേട്ടമാണ് ഉണ്ടാവണേന്ന് ഹീറോയിൻ ചോദിക്കും. അപ്പോഴാണ് അപ്പൂപ്പൻ പറയുക, ലണ്ടൻ ഡയമണ്ട് കമ്പനിക്ക് ഇങ്ങനെ എന്തെങ്കിലും ഫിനാൻഷ്യൽ ഇഷ്യൂസ് ഉണ്ടായാൽ അവരുടെ പാർട്ട്നേഴ്സിന്റെ കുടുംബ സ്വത്ത് പോലും സീസ് ചെയ്യാനുള്ള അവകാശം ലണ്ടൻ ഡയമണ്ട്സിനുണ്ട്. അതുകൊണ്ടാണ് ഓണർ നേരത്തെ പാർട്ട്നേഴ്സിന്റെ കുടുംബമൊക്കെ കുളം തോണ്ടെന്ന് പറഞ്ഞത്. അതന്നെയാണ് ഇപ്പൊ കമ്പനി ചെയ്യാൻ വേണ്ടി ഒരുങ്ങിയിരിക്കുന്നത്. മുതലാളി മരിച്ചു കഴിഞ്ഞപ്പോൾ കമ്പനിയുടെ നഷ്ടം നികത്താൻ വേണ്ടി അവർ പാർട്ട്നേഴ്സിന്റെ പ്രൈവറ്റ് വെൽത്തിലൊക്കെ കൈവച്ചിരിക്കുക. ഇത് കണ്ട് സിൻക്ലെയർ കമ്പനിക്കാരോട് ദേഷ്യപ്പെടുന്നുണ്ട്. എന്നാൽ ഒരു പ്രയോജനവുമില്ല. കമ്പനിക്ക് മുഴുവൻ അവകാശമുണ്ട് അവരുടെ സ്വത്തെല്ലാം തട്ടിപ്പറിക്കാൻ. ഇത് ഇത്രയും വഷളാക്കിയത് സിൻക്ലെയർ ആണ്. തന്റെ രക്ഷയ്ക്ക് വേണ്ടി നിങ്ങൾ പത്രക്കാരെ വിളിച്ചു പറഞ്ഞില്ലേ, എന്നാൽ ഇനി ഒരു രക്ഷയുമില്ല, നിങ്ങൾക്കൊരു പണവും കിട്ടാൻ പോകുന്നില്ല, തിരിച്ചു പൊക്കോളൂന്നും പറഞ്ഞ് കമ്പനിക്കാര് സിൻക്ലെയറെ പറഞ്ഞുവിടും. അവിടെ നിന്ന് ഹീറോയിനിലേക്ക് തിരിച്ചു വന്നാൽ അവൾ അപ്പൂപ്പനോട് പറയാണ്, അപ്പൊ ഈ 15 വർഷമായി അയാളോട് പ്രതികാരം ചെയ്യാൻ വേണ്ടി നിങ്ങൾ കാത്തിരിക്കുകയായിരുന്നു, ഒരൊറ്റ മനുഷ്യനോട് പ്രതികാരം ചെയ്യാൻ, നിങ്ങളുടെ ഭാര്യയ്ക്ക് വേണ്ടി. ഇത് കേട്ട് അപ്പൂപ്പൻ പറയും, ഈ ലോകത്ത് എനിക്ക് ആകെ ഉണ്ടായിരുന്ന എൻ്റെ ഭാര്യ മാത്രമാണ്, ഞാൻ ജീവൻ കൊടുത്ത് സ്നേഹിച്ച എൻ്റെ ഭാര്യ. എന്നാൽ ഇത് അവൾക്ക് വേണ്ടിയിട്ടല്ല, എനിക്ക് വേണ്ടിയിട്ടാണ്, എൻ്റെ തൃപ്തിക്ക് വേണ്ടിയിട്ട്. അതിനുവേണ്ടി ഞാൻ കാത്തിരിക്കുകയായിരുന്നു. ഇപ്പോഴാണ് ഫ്ലാഷ് ബാക്കിൽ ആ കൊള്ള എങ്ങനെയാണ് നടന്നതെന്ന് കാണിക്കുന്നത്. അപ്പൂപ്പൻ ഹീറോയിനോട് പറഞ്ഞത് ഒരു ഫ്ലാസ്ക് നിറച്ചും ഡയമണ്ട് എന്നാ. എന്നാൽ വോൾട്ടിനകത്ത് വന്ന അപ്പൂപ്പൻ തന്റെ ഉരുട്ട് വണ്ടിയിലേക്ക് ഈ ഡയമണ്ട് എല്ലാം വാരിക്കോരി ഇടുകയായിരുന്നു. അത് കഴിഞ്ഞ് ഏകദേശം ലോഡാകുമ്പോൾ പുറത്തേക്ക് തള്ളിക്കൊണ്ടുവരും. ഈ 60 സെക്കൻഡ് ഇട ഗ്യാപ്പിലാണ് നടക്കുന്നത്. ആ സീൻ കാണിക്കുമ്പോൾ തന്നെ നമ്മുടെ കമ്പനിക്കാര് അപ്പൂപ്പൻ പറഞ്ഞ അക്കൗണ്ടിലേക്ക് പുള്ളിക്കാരൻ ചോദിച്ച പണമെല്ലാം മാറ്റിയതിന്റെ സീൻ കൂടെ കാണിക്കുന്നുണ്ട്. വീണ്ടും കൊള്ളയിലേക്ക് വന്നാൽ അപ്പൂപ്പൻ അങ്ങനെ തനിക്ക് പറ്റാവുന്ന ലോഡ് എടുത്ത് പുറത്തേക്ക് വരും ഈ 60 സെക്കൻഡ് ഗ്യാപ്പിൽ. എന്നിട്ട് വീണ്ടും ടൈമർ സെറ്റ് ചെയ്ത് കറക്റ്റ് ക്യാമറ മാറുമ്പോൾ വീണ്ടും അകത്തേക്ക് പോവുകയാണ്. അങ്ങനെ ഒരു തവണയല്ല 2 തവണയല്ല, ആ വോൾട്ടിനകത്തുണ്ടായിരുന്ന ഡയമണ്ട് മുഴുവനും അരിച്ചു പെറുക്കി മാറ്റുന്നത് വരെ അപ്പൂപ്പൻ ഇങ്ങനെ അകത്തേക്കും പുറത്തേക്കും പോയി വന്നുകൊണ്ടേയിരുന്നു. അങ്ങനെയാണ് മൊത്തം സാധനവും മാറ്റുന്നത്. ഇതെല്ലാം സാധനങ്ങൾ കഴുകുന്ന വലിയ സിങ്കിനകത്തിട്ടിട്ട് പുറത്തെ ഡ്രൈനേജിലേക്ക് ഒഴുക്കി വിടുകയായിരുന്നു അപ്പൂപ്പൻ. അതുകൊണ്ടാണ് ബേസ്മെന്റിൽ അങ്ങേര് കൂടുതൽ സമയം ചെലവഴിച്ചത്. ഇപ്പൊ പണം കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മുടെ കമ്പനിക്കാർക്ക് ഒരു നോട്ടീസ് കിട്ടുന്നുണ്ട്. പണം കൊടുത്തു കഴിഞ്ഞാൽ ആ ഡയമണ്ട്സിന്റെ ലൊക്കേഷൻ എവിടെയാണെന്ന് ആ നോട്ടീസിൽ ഉണ്ടാവണം. പക്ഷെ ഇവർ തുറന്നു നോക്കുമ്പോൾ ആ നോട്ടീസ് ബ്ലാങ്ക് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ കൊള്ളക്കാരൻ വീണ്ടും കമ്പനിയെ പറ്റിച്ചിരിക്കുന്നു. ഇവരാകെ തല പുകഞ്ഞിരിക്കുക. ഉള്ള പണം കൊടുക്കുകയും ചെയ്തു, ഡയമണ്ട് തിരിച്ചു കിട്ടിയിട്ടുമില്ല. ഈ ഡയമണ്ടൊക്കെ ഇപ്പോഴും ആ ഡ്രെയിനേജിനകത്ത് കിടപ്പുണ്ട്. അപ്പോഴാണ് ഹീറോയിനൊരു സംശയം വരിക. അപ്പൂപ്പൻ മുതലാളിക്ക് സാമ്പിളിന് വേണ്ടി ഒരേ ഒരു ഡയമണ്ട് കൊടുത്തില്ലേ, അതൊരു മെസ്സേജ് ആയിരുന്നില്ല, ഒരു കോംപ്ലിക്കേഷൻ ആയിരുന്നു. പുള്ളിക്കാരൻ അത് കൊടുക്കണമെന്ന് വിചാരിച്ചതല്ല, വേറെ വഴിയില്ലാതെ കൊടുത്ത. അതെങ്ങനെയാണെന്ന് വെച്ചാൽ കൊള്ള കഴിഞ്ഞ അപ്പൂപ്പൻ ഇറങ്ങിപ്പോകുമ്പോൾ ഒരു സ്റ്റാഫ് വന്ന് ബാത്റൂം ക്ലീൻ ചെയ്യണമെന്ന് പറഞ്ഞില്ലേ, അതിലാണ് ആ സംഭവം ഒളിഞ്ഞു കിടക്കുന്നത്. ക്ലോസറ്റിൽ നിന്ന് വെള്ളം പോകുന്നുണ്ടായിരുന്നില്ല.
അപ്പൂപ്പൻ പരിശോധിച്ച് നോക്കിയപ്പോൾ ഈ ആഫ്രിക്കൻ കട്ട് ഡയമണ്ട് ക്ലോസറ്റിനകത്ത് കിടക്കുകയായിരുന്നു. സുവേജി കൂടെ പോയതല്ലേ, അതങ്ങനെ ഒരെണ്ണം ഇവിടെ വന്ന് കിടക്കുകയായിരുന്നു. അതിനി പുറത്തേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല, പിടിക്കപ്പെടും. സോ അപ്പൂപ്പൻ അവിടെ നിന്ന് ഈ സാധനം പാഴ്സലാക്കി ഡെലിവറി കൊടുക്കുന്ന സ്ഥലത്ത്, ആ ഓഫീസിനകത്തുള്ള സ്ഥലത്ത് കൊണ്ടുവച്ചു. എന്നിട്ട് ഈ വക്കീലിനെ വിളിച്ച് പറയാണ് ചെയ്ത് അവിടെ മുതലാളിക്ക് വേണ്ടി ഒരു ഗിഫ്റ്റ് ഉണ്ടെന്ന്. അങ്ങനെ എല്ലാം സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്തു. ഇനി പ്രസന്റിലേക്ക് വന്നാൽ അപ്പൂപ്പൻ നമ്മുടെ സമയമായി, എല്ലാം കഴിഞ്ഞു, എന്റെ തോക്കിൽ ശരിക്കും ഉണ്ടയില്ലായിരുന്നു, ഞാൻ നിന്നെ പറ്റിച്ചതാ, എന്നാ ഞാൻ പൊക്കോട്ടെ എന്നും പറഞ്ഞ് ചിരിച്ചുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോകും. പുള്ളിക്കാരൻ പോയി കഴിഞ്ഞ ഉടനെ ഹീറോയിൻ ഓടിച്ചെന്ന് ഈ ഡ്രൈനേജ് പരിശോധിക്കുക. അപ്പൊ കമ്പനിയിൽ നിന്ന് കാണാതെ പോയ എല്ലാ ഡയമണ്ടും ഡ്രൈനേജിനകത്ത് വന്ന് വീണ് കിടക്കുന്നതായിട്ട് ഇവള് കാണുന്നുണ്ട്. ഉടനെ കമ്പനിക്കാരെ വിളിച്ച് ആ ഡയമണ്ട് എല്ലാം തന്നെ ഇവര് റിക്കവർ ചെയ്യുകയാണ്. കമ്പനിയോടും പോലീസുകാരോടും ഹീറോയിൻ പറയുക, തന്റെ മോതിരം വാഷ് ബേസിനിൽ വീണപ്പോഴാണ് താൻ കണ്ടുപിടിച്ചത് കൊള്ളക്കാരൻ സ്യൂവേജിലൂടെ ആയിരിക്കും ഇത്രയും വിദഗ്ധമായി ആ ഡയമണ്ട് കടത്തിയിട്ടുണ്ടാകുക എന്നുള്ളത്. അതാരാണ് ചെയ്തതെന്നറിയില്ല, എന്തായാലും ഡയമണ്ട് താൻ കണ്ടുപിടിച്ചു എന്നും പറഞ്ഞ് അവൾ ആൾക്കാരെ എല്ലാം വിളിച്ചു വരുത്തി സംഭവം റിക്കവർ ചെയ്തു. ഇത് കഴിഞ്ഞിട്ടാണ് പോലീസുകാരൻ വരിക. നിങ്ങൾ വളരെ ബുദ്ധിമതിയായിട്ട് പ്രവർത്തിച്ചു, അതെനിക്ക് മനസ്സിലായി എന്ന് അയാൾ പറയും. എന്തായാലും ഇനിയൊരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ, നിങ്ങളുടെ ഫിംഗർ പ്രിന്റ് ആ മുറിയിൽ നിന്നുമല്ല ഞങ്ങൾക്ക് കണ്ടുകിട്ടിയത്, പുള്ളിക്കാരന്റെ ഓഫീസിലുള്ള ഒരു ലെൻസിൽ നിന്നാണ്. സോ അതുകൊണ്ട് തന്നെ അതൊരു എവിഡൻസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് അവിടെയും നിങ്ങൾ രക്ഷപ്പെട്ടു. എന്നാൽ ഇനി കൂടുതൽ കാര്യങ്ങൾ ഞാൻ ചെക്ക് ചെയ്യുന്നില്ല, കാരണം അഴിക്കുള്ളിൽ നിങ്ങളെ കാണാൻ എനിക്ക് വിഷമമുണ്ട്. എവിടെയോ ഞാൻ നിങ്ങളെ ഇഷ്ടപ്പെട്ടിരുന്നു, അതുകൊണ്ടായിരിക്കാം. എന്തായാലും കമ്പനിക്ക് ഡയമണ്ട്സ് തിരിച്ചു കിട്ടിയല്ലോ, ഇനി ആർക്കും ഒരു വിഷയവുമില്ല, എവിടെയെങ്കിലും വെച്ച് കാണാമെന്നും പറഞ്ഞ് പോലീസുകാരൻ അവിടെ നിന്ന് പോവാണ്. ഹീറോയിൻ ചിരിക്കും. പുള്ളിക്കാരൻ പോകാൻ നേരം ഇവൾക്ക് ആ ഡ്രൈനേജിൽ നിന്ന് അവസാനം കിട്ടിയ ആ കട്ട് ചെയ്ത ഡയമണ്ട് അല്ലേ, അത് അവൾ തിരിച്ചു കൊടുക്കാൻ നിൽക്കുന്നുണ്ട്. അപ്പോഴേക്കും പോലീസുകാരൻ പോയി. എന്തായാലും ഈ ഡയമണ്ട് ഒരു ഓർമ്മയ്ക്ക് ഇരിക്കട്ടെ എന്നും പറഞ്ഞ് പെണ്ണത് എടുത്തു വെക്കും. അത് കഴിയുമ്പോൾ കമ്പനിക്കാരാവട്ടെ പത്രക്കാരെ എല്ലാം വിളിച്ചു വരുത്തിയിട്ട്, ഞങ്ങളുടെ കമ്പനിയിൽ നിന്ന് ഒരു സാധനവും മോഷണം പോയിട്ടില്ല, ശത്രുക്കൾ വെറുതെ പറയുന്ന എല്ലാ ഡയമണ്ട്സും ഇവിടെ തന്നെ ഉണ്ടെന്നും പറഞ്ഞ് ഇവർ ആ വോൾട്ട് തുറന്നു കാണിക്കും. അതിനകത്ത് നേരത്തെ കണ്ടുകിട്ടിയ ഡയമണ്ട്സ് എല്ലാം ഇവർ അടുക്കി വെച്ചിട്ടുണ്ട്. സോ ഈ കളവ് പോയ വിവരം ലോകത്ത് ആരും അറിയുന്നില്ല. ഇൻവെസ്റ്റേഴ്സിന് കമ്പനിയെ കൂടുതൽ വിശ്വാസമാവുകയും ചെയ്തു. കമ്പനി വീണ്ടും പഴയ സ്ഥിതിയിലേക്ക് വരുന്നു. അപ്പം മരിച്ചതുകൊണ്ട് ഇപ്പം മകനായിരിക്കും മുതലാളി. പുള്ളിക്കാരനൊരു നല്ല മനുഷ്യനാണ്. കമ്പനി വൃത്തിയായിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നു. ഇൻവെസ്റ്റിഗേഷൻ എല്ലാം നിർത്തലാക്കും. നമ്മുടെ ഹീറോയിന് അവൾ ആഗ്രഹിച്ച മാനേജർ പോസ്റ്റും കൊടുക്കുന്നുണ്ട്. എന്നാൽ കുറച്ചു കാലം കൂടെ വർക്ക് ചെയ്ത് കഴിഞ്ഞപ്പം ആ ജോലിയിൽ മടുപ്പ് തോന്നി ഹീറോയിൻ റിസൈൻ ചെയ്യാണ് ചെയ്ത്. ഇതാണ് അവളുടെ കഥ. ഈ കഥയെല്ലാം കേട്ട് കഴിയുമ്പോൾ നമ്മുടെ പത്രക്കാരി ഹീറോയിനോട് ചോദിക്കുകയാണ്, മേഡം കഥയെല്ലാം നന്നായിരുന്നു, പക്ഷെ കമ്പനി കൊടുത്ത പണം അതെവിടെയാണ് പോയത്? ആ അപ്പൂപ്പൻ ആ പണവും കൊണ്ട് എങ്ങോട്ടാണ് പോയത്? നിങ്ങൾക്ക് പങ്കൊന്നും തന്നില്ലേ? ഇത് കേട്ട ഹീറോയിൻ പറയും, ഞാൻ അത് കഴിഞ്ഞ് ഒരിക്കലും ആ അപ്പൂപ്പനെ കണ്ടിട്ടില്ല. എന്നാൽ കുറച്ചു നാൾ കഴിഞ്ഞപ്പോൾ സ്വിറ്റ്സർലാൻഡിൽ നിന്നും എനിക്കൊരു ലെറ്റർ വന്നിരുന്നു. അവിടുത്തെ ഒരു ബാങ്കിൽ $100 മില്യൺ എന്റെ പേരിൽ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടത്രേ. അതായത് ആ കൊള്ളയടിച്ച പണത്തിൽ നിന്നും ഒരു ചില്ലി കാശ് പോലും അപ്പൂപ്പൻ എടുത്തിട്ടില്ല. മുഴുവൻ ഹീറോയിന് കൊടുക്കുകയാണ് ചെയ്ത്. അതായത് അയാൾക്ക് പണം വേണ്ട, പ്രതികാരം മാത്രം മതി. അതയാൾ ചെയ്തു. പണം ഹീറോയിന് കൊടുത്തു. പത്രക്കാരി ചോദിക്കും, ആ പണം കൊണ്ട് നിങ്ങൾ എന്താണ് ചെയ്തതെന്ന്. അതിന് ഹീറോയിൻ പറയാണ്, അപ്പൂപ്പൻ എല്ലാ സമയത്തും എന്നോട് ചോദിച്ചിരുന്നു, പണം കിട്ടിക്കഴിഞ്ഞാൽ നീ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന്. അതിന്റെ യഥാർത്ഥ മീനിങ് എനിക്ക് അറിയില്ലായിരുന്നു. പണം കിട്ടിക്കഴിഞ്ഞപ്പോൾ അത് ചെലവാക്കാനാണ് ഞാൻ ഇത്രയും കാലമെടുത്തത്. എന്റെ ചെലവുകളെല്ലാം തന്നെ ഞാൻ ഈ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ടെന്നും പറഞ്ഞ് അമ്മൂമ്മ, ആ പഴയ ഹീറോയിനായ ഇപ്പത്തെ അമ്മൂമ്മ, അവരുടെ ഒരു പുസ്തകം പത്രക്കാരിയുടെ കയ്യിൽ കൊടുക്കുകയാണ്. പത്രക്കാരി അത് മറിച്ചു നോക്കും. ഈ സംഭവങ്ങളെല്ലാം കഴിഞ്ഞ് അമ്മൂമ്മ ഒരു കല്യാണമൊക്കെ കഴിച്ചിട്ടുണ്ട്, ഒരു കുഞ്ഞുണ്ട്. ആ കിട്ടിയ പണമെല്ലാം തന്നെ എവിടുന്നാണോ വന്നത് അതേ നാട്ടിലേക്കും അതേ ജനങ്ങൾക്കും വേണ്ടിയിട്ടാണ് അമ്മൂമ്മ ചെലവാക്കിയത്. ആഫ്രിക്കയിലെ പാവങ്ങൾക്ക് വേണ്ടിയിട്ട്. മുഴുവൻ പണവും ചെലവാക്കാൻ ഇത്രയും കാലമെടുത്തു. അതിൽ അവസാന തുകയും ചെലവാക്കി കഴിഞ്ഞിട്ടാണ് അമ്മൂമ്മ ഈ പത്രക്കാരി വന്ന് കാണുന്നത്. എന്നാൽ നടന്ന സംഭവങ്ങളുടെ ഓർമ്മയ്ക്ക് വേണ്ടി ആ ഒരു ഡയമണ്ട് മാത്രം ഞാൻ സുരക്ഷിതമായി എന്റെ കയ്യിൽ എപ്പോഴും സൂക്ഷിക്കുന്നുണ്ടെന്നും പറഞ്ഞ് ആ ഒരൊറ്റ ഡയമണ്ട് മാത്രം എടുത്തിട്ട് അമ്മൂമ്മ തെരുവിലേക്ക് ഇറങ്ങി നടന്നു പോവാണ്. പത്രക്കാരി നോക്കുമ്പോൾ പഴയ നമ്മുടെ ലേഡി സിംഗം നടന്നു പോകുന്ന പോലെയാണ് അവർക്ക് തോന്നുക. അവിടെ വെച്ച് ഈ ഭംഗിയുള്ള കൊള്ളക്കഥ അവസാനിക്കുന്നു. സോ ഗൈസ്, എങ്ങനെയുണ്ട് ഈ കഥ? നിങ്ങൾക്കിഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായം കമന്റിലൂടെ രേഖപ്പെടുത്തുക. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പുതിയ കൂട്ടുകാരെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒരിക്കലും മറക്കരുത്. അടുത്തൊരു അടിപൊളി സിനിമയായിട്ട് വീണ്ടും കാണുന്നത് വരെ, അണ്ടിൽ ദെൻ ഇറ്റ്സ് ബൈ ഫ്രം ഒരു കഥ.